നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹൂതികൾ തൊടുത്ത മിസൈൽ ഇസ്രയേലി സേന വെടിവെച്ചിട്ടതിന് പിന്നാലെ യമനിലെ ഹൂതി വിമത കേന്ദ്രങ്ങളിൽ ഇസ്രയേലി വ്യോമസേന നടത്തിയ ആക്രമണങ്ങളിൽ 9 പേർ കൊല്ലപ്പെട്ടു. ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള തുറമുഖങ്ങളും വൈദ്യുതി വിതരണ സംവിധാനങ്ങളുമാണ് ഇസ്രയേൽ ആക്രമിച്ചത്. 14 ഇസ്രയേലി യുദ്ധവിമാനങ്ങൾ 2 ഘട്ടമായി ഹുദൈദ പ്രവിശ്യയിലെ സാലിഹ്, റാസ്, ഈസ തുറമുഖങ്ങളിലും തലസ്ഥാനമായ സനായിലെ വൈദ്യുതി സ്റ്റേഷനുകളിലും ബോംബിട്ടു. ആയിരക്കണക്കിന് വീടുകളിൽ വൈദ്യുതി ഇല്ല എന്നാണ് ഹൂതികൾ അറിയിച്ചത്. സാലിഹ്, റാസ്, ഈസ, സന എന്നിവിടങ്ങളിലെ തുറമുഖങ്ങൾക്ക് കേടുപാട് സംഭവിച്ചു. ഒരു ടഗ് ബോട്ട് പൂർണ്ണമായി തകർന്നു. വൈദ്യുതി ബന്ധം തകരാറിലായതോടെ ആയിരക്കണക്കിന് വീടുകൾ ഇരുട്ടിലായി. നേരത്തെ ഇസ്രയേലി സേന വെടിവെച്ചിട്ട ഹൂതി മിസൈലിന്റെ അവശിഷ്ടങ്ങൾ പതിച്ച് സെൻട്രൽ ഇസ്രയേലിലെ റമാത്ത് ഇഫാൽ പട്ടണത്തിലെ സ്കൂൾ കെട്ടിടം തകർന്നിരുന്നു. ആളപായമില്ലെന്നാണ് റിപ്പോർട്ട്. തിങ്കളാഴ്ച അമേരിക്കൻ സേനയും ഹൂതി കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയിരുന്നു. ഇറാന്റെ പിന്തുണയോടെ യമന്റെ പ്രധാന ഭാഗങ്ങൾ നിയന്ത്രിക്കുന്ന ഹൂതികൾ കഴിഞ്ഞ വർഷം നവംബർ മുതൽ പലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ച് ചെങ്കടലിലൂടെ പോകുന്ന ചരക്ക് കപ്പലുകൾ ആക്രമിക്കുന്നുണ്ട്. ഇസ്രയേലും ആക്രമണത്തിൽ മുതിർന്നു. 2 തവണയായി 14 യുദ്ധവിമാനങ്ങൾ ആക്രമണത്തിൽ പങ്കെടുത്തു. ആക്രമണം നടക്കുന്നതിനിടെ ഹൂതികൾ തെല്ലവീവിലേക്ക് തൊടുത്ത 2 ബാലിസ്റ്റിക് മിസൈലുകൾ ലക്ഷ്യത്തിലെത്തും മുൻപ് വീഴ്ത്തിയതായി ഇസ്രയേൽ അറിയിച്ചു. ഇതിൽ ഒരെണ്ണത്തിന്റെ അവശിഷ്ടങ്ങൾ വീണ് റമാത്ത് ഇഫാലിലെ ഒരു സ്കൂൾ കെട്ടിടം ഭാഗികമായാണ് തകർന്നത്. ആക്രമണത്തിന് തക്ക തിരിച്ചടി നൽകുമെന്ന് ഹൂതികൾ വ്യക്തമാക്കി കഴിഞ്ഞു. ഇറാൻ അനുകൂല സംഘങ്ങളിൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഇനിയുള്ള ഭീഷണി ഹൂതികളാണ്. ചെങ്കടൽ തീരത്തെ നിർണായക സ്ഥാനമാണ് ഹൂതികളെ ശക്തി. ഹൂതികളെ നേരിടാൻ ബഹുരാഷ്ട്ര നാവികസേന വരെ അമേരിക്ക സംഘടിപ്പിച്ചു. എന്നിട്ടും അമേരിക്ക, ഇസ്രയേൽ അനുകൂല കപ്പലുകളെ ഹൂതികൾ ആക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പേടിച്ചു വഴിമാറി സഞ്ചരിക്കുകയാണ് കപ്പലുകൾ. ഇതിന് അറുതി വരുത്താൻ പല വഴികൾ തേടുകയാണ് അമേരിക്ക. ഇതിൽ പുതിയതാണ് ഹൂതി മേഖലകളിലേക്ക് വരുന്ന കപ്പലുകളെ തടയാനുള്ള നീക്കം. അതുവഴി ഹൂതികൾക്ക് ആയുധമെത്തുന്നത് തടയൊടുക്കുകയാണ് ലക്ഷ്യം. പക്ഷേ അമേരിക്കയുടെ ഈ ലക്ഷ്യത്തിനും തടസ്സങ്ങൾ ഏറെയാണ്. ഹൂതികളെ ഒതുക്കാൻ പ്രധാനമായും 2 വഴികളാണ് അമേരിക്ക പുതിയതായി തേടുന്നത്. ഒന്ന്, ഹൂതി മേഖലകളിൽ എത്തുന്ന കപ്പലുകളെ തടയാൻ ഐക്യരാഷ്ട്ര സഭയുമായി ചേർന്നുള്ള പദ്ധതി. 2, ഹൂതികളെ തീവ്രവാദ സംഘമായി പ്രഖ്യാപിക്കുക. ഇത് രണ്ടും ഫലപ്രദമായി നടപ്പാക്കാൻ അന്താരാഷ്ട്ര പിന്തുണ തേടുകയാണ് അമേരിക്കയും സഹകക്ഷികളും. വിപുലമായ പദ്ധതികളുമായാണ് അമേരിക്ക ഹൂതികളെ നേരിടാൻ ഒരുങ്ങുന്നത്. അമേരിക്കൻ നീക്കങ്ങളെ റഷ്യൻ ഇറാൻ സൗഹൃദം ഉപയോഗിച്ച് മറികടക്കാനാണ് ഹൂതികൾ ലക്ഷ്യമിടുന്നത്. ഹൂതികൾക്ക് വെടിക്കോപ്പുകൾ നൽകാൻ റഷ്യ തയ്യാറാകുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. നേരത്തെ തന്നെ റഷ്യ ഹൂതികൾക്ക് ആയുധങ്ങൾ നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇറാന്റെ സഹായവും ഹൂതികൾക്ക് ഉറപ്പാണ്. ഇതുപയോഗിച്ച് കപ്പലുകൾക്ക് മേലുള്ള ആക്രമണം തുടരാനാണ് ഹൂതികളുടെ നീക്കം. ഗാസയിൽ ഇസ്രയേൽ ആക്രമണം നിർത്തുന്നതുവരെ ചെങ്കടലിലൂടെ പോകുന്ന അമേരിക്കൻ, ഇസ്രയേൽ അനുകൂല കപ്പലുകളെ വെറുതെ വിടില്ല എന്നാണ് ഹൂതികളുടെ പ്രഖ്യാപനം. ഇതിനിടെ യുദ്ധസമയത്ത് ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയെന്നാരോപിച്ച് 19കാരൻ ഇസ്രയേലിൽ അറസ്റ്റിലായി. വടക്കൻ നഗരമായ നസ്രയത്തിൽ താമസിക്കുന്ന മുഹമ്മദ് സാദിയാണ് അറസ്റ്റിലായത്. ഇസ്രയേലിലെ ആഭ്യന്തര ഇന്റലിജൻസ് ഏജൻസിയായ ഷിൻബത്തും പോലീസും ചേർന്നാണ് യുവാവിനെ പിടികൂടിയത്. യുദ്ധത്തിനിടെ ഇയാൾ പലതവണ ഹിസ്ബുള്ളയുമായി ബന്ധപ്പെടുകയും സംഘത്തിൽ ചേരാനും ആവശ്യപ്പെട്ടതായി കണ്ടെത്തിയെന്നാണ് ഇസ്രയേൽ സേന പറയുന്നത്. ഹിസ്ബുള്ളയുമായി ബന്ധമുള്ള അൽമനാറിന് ഫോട്ടോകളും വീഡിയോകളും യുവാവ് അയച്ചു നൽകി. റോക്കറ്റ് പതിച്ച സ്ഥലങ്ങൾ, വിമാനങ്ങളുടെ ചലനങ്ങൾ, IDF സൈനികരുടെ സ്ഥലങ്ങൾ എന്നിവയെല്ലാം കൈമാറിയ വിവരങ്ങൾ ഉൾപ്പെടുമെന്നും പോലീസ് പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.